നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ ദിവസം റിൻസി മുംതാസ് എന്ന യൂട്യൂബർ പിടിയിലായി. നമ്മളത് കണ്ടതാണല്ലേ. മാധ്യമപ്രവർത്തകരുടെ ക്യാമറയ്ക്ക് മുന്നിൽ റിൻസി മുംതാസ് പിടിയിലാക്കപ്പെട്ടപ്പോൾ ഒരു അശ്ലീല ആംഗ്യമൊക്കെ കാണിക്കുകയും ചെയ്തിരുന്നു. എന്തോ വലിയ സംഭവമായിട്ടാണ് പുള്ളിക്കാരി അത് വിചാരിച്ചു വെച്ചേക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പുള്ളിക്കാരിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് കിട്ടുകയാണ് കേട്ടോ. അതും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. ഈ റിൻസി മുംതാസ് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. സിനിമാ മേഖലയിലെ പലർക്കും റിൻസി മുംതാസ് MDMA കൈമാറിയിട്ടുണ്ട് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അതായത് സിനിമാ മേഖലയിലെ പല പ്രമുഖരും കുടുങ്ങാൻ പോകും. നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് തമിഴ്നാട്ടിൽ നടൻ ശ്രീകാന്തിനെ കൊക്കീൻ കേസുമായി ബന്ധപ്പെട്ട് പിടികൂടുന്നത്. ഓർമ്മയുണ്ടായിരിക്കും അല്ലേ? നടൻ ശ്രീകാന്തിനെ അറസ്റ്റ് ചെയ്യുന്നൊരു വാർത്ത നമ്മൾ കണ്ടിരുന്നതാണ്. അതിനുശേഷം പല നടന്മാരും പല പ്രമുഖരും ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മലയാള സിനിമയിൽ റിൻസി മുംതാസ് എന്ന ഒരു വ്യക്തി പിടിയിലാകുമ്പോൾ പുറത്തു വരാൻ പോകുന്ന പേരുകൾ കേട്ട് നിങ്ങൾ ആരും ഞെട്ടരുതതിനുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ തരുന്നത്. കാരണം റിൻസി മുംതാസ് സിനിമാ മേഖലയിൽ വളരെയധികം സജീവമായിരുന്നേ. സിനിമാ മേഖലയിലെ പ്രൊമോഷൻ പരിപാടികൾക്കിടയിൽ റിൻസി മുംതാസ് MDMA ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമായി വിറ്റിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതും ലക്ഷങ്ങളുടെ ലഹരി കച്ചവടമാണ് റിൻസി മുംതാസ് നടത്തിയിരുന്നത്. വൻ ലഹരി ഇടപാടുകൾ റിൻസി മുംതാസ് നടത്തി. സിനിമാ മേഖലയിലേക്ക് കൃത്യമായ അന്വേഷണത്തിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ നീങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം ഉണ്ണി മുകുന്ദൻ്റെ മാനേജറാണ് റിൻസി മുംതാസ് എന്നതുവരെ അഭ്യൂഹങ്ങൾ പരന്നിരുന്നപ്പോൾ ഉണ്ണി കൃത്യമായി തന്നെ ഫേസ്ബുക്കിൽ തൻ്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. തനിക്ക് അങ്ങനെ ഒരു മാനേജർ ഇല്ല എന്ന് ഉണ്ണി പറയുകയും ചെയ്തു. അതായത് ഈ റിൻസി മുംതാസിന് മലയാള സിനിമയിലെ പല പ്രമുഖരെയും വീഴ്ത്താനുള്ള പല സംഭവങ്ങളും കൈവശമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. റിൻസി മുംതാസ് പിടിയിലാവുന്നതിനോടൊപ്പം തന്നെ വയനാട്ടിൽ നിന്ന് ലഹരി കേസുമായി ബന്ധപ്പെട്ട് കുറച്ചുപേരെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് റിൻസിയുമായിട്ടുള്ള ഡയറക്റ്റ് കണക്ഷൻ കിട്ടുന്നത്. റിൻസി ഫ്ലാറ്റ് എടുത്തുകൊണ്ടാണ് ഈ ലഹരി കച്ചവടം നടത്തുന്നത്. അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കിട്ടുന്ന ലഹരി പാക്കറ്റിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്ഥലമായി ഒരു ഗോഡൗണായി മാറ്റുകയായിരുന്നു ആ ഫ്ലാറ്റ്. ആ ഫ്ലാറ്റിൽ ലഹരികൾ പൊതിഞ്ഞുകെട്ടി വേണ്ടപ്പെട്ട ആളുകൾക്ക് എത്തിച്ചു കൊടുക്കും. അതാണ് റിൻസിയുടെ പണി. അതിലൂടെ വാട്സാപ്പ് സന്ദേശങ്ങളാണ് റിൻസി ഉപയോഗിക്കുന്നത്. അതിനുള്ള ദൃശ്യങ്ങൾ സഹിതം അതിൻ്റെ വാട്സാപ്പ് സന്ദേശങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇപ്പോൾ പോലീസ് നിരീക്ഷിച്ചു വരികയാണ്. അതിനകത്ത് കൃത്യമായി നിങ്ങൾക്ക് എത്ര വേണം, എന്താണ് വേണ്ടത്, എവിടെ എത്തിക്കണം തുടങ്ങി അതിൻ്റെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരെ വാട്സാപ്പ് സന്ദേശത്തിലൂടെ റിൻസി അറിയിക്കുകയാണ്. റിൻസിക്ക് ഡീലിംഗ് സിനിമാ മേഖലയിൽ മാത്രമല്ല കേട്ടോ. റിൻസിക്ക് ഡീലിംഗ് സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ IT മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ വരെയുണ്ട്. ഒരു വലിയ ശൃംഖല. വയനാട്ടിൽ നിന്നുള്ളവർ പിടിയിലാകുമ്പോൾ തന്നെ മനസ്സിലായില്ലേ, കൊച്ചിയിൽ നിൽക്കുന്ന റിൻസിക്ക് വയനാട്ടിൽ നിൽക്കുന്ന ലഹരിയുമായി പിടിപാടുണ്ടാകുമ്പോൾ തന്നെ സംസ്ഥാനമൊട്ടാകെ തന്നെ റിൻസി ഈ ലഹരി കച്ചവടം നടത്തിയിട്ടുണ്ടെന്നേ. അതും ലക്ഷങ്ങളുടെ ഇടപാട്. അവിടെയാണ് റിൻസി പിടിയിലാകുമ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾക്ക് പ്രസക്തിയേറുന്നത്. മലയാള സിനിമാ മേഖലയിൽ ലഹരിയുമായി ബന്ധപ്പെട്ട് പിടികൂടുന്ന താരങ്ങൾ, പിടിക്കപ്പെട്ട താരങ്ങളൊക്കെ തന്നെ നമ്മുടെ മുന്നിലുണ്ട്. അവിടെ നിന്നുകൊണ്ട് മലയാള സിനിമ ലഹരി മുക്തമാണെന്നൊന്നും പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ റിൻസി ഇനി അഥവാ പോലീസിന് മുന്നിൽ നൽകുന്ന മൊഴിയിൽ കൃത്യമായി സിനിമാ മേഖലയിലെ പല പ്രധാനപ്പെട്ട താരങ്ങളും ഉൾപ്പെടെ ഉണ്ടെങ്കിൽ അതിൽ ഞെട്ടൽ വേണ്ട എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം റിൻസി മലയാള സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെയായിരുന്നു. അത് ഓൺ ദി ക്യാമറ അല്ല, ഓഫ് ദി ക്യാമറ. പുറകിലാണ് റിൻസിയുടെ പണി. പുറകിൽ സിനിമാ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് സിനിമാ പ്രൊമോഷനുകൾക്കിടയിൽ പോലും റിൻസി ലഹരി എത്തിക്കുമായിരുന്നു. അവിടെയുള്ള താരങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഉപയോഗിച്ചവരാരൊക്കെ, റിൻസിയുടെ വലയിൽ വീണവരാരൊക്കെ, റിൻസിയുടെ കണക്ഷൻസ് ആരുമായെല്ലാം, ഇതെല്ലാം അന്വേഷിക്കേണ്ടതുണ്ട്. റിൻസി ഈ ഫ്ലാറ്റ് എടുത്ത് ലഹരികൾ ഉപയോഗിച്ച് ലഹരി വിറ്റ് ഇതിലൂടെ സമ്പാദിച്ച പണം റിൻസിക്ക് എവിടെ നിന്ന് ലഹരി കിട്ടുന്നു? മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് റിൻസി ലഹരി കളക്ട് ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ക്യാരിയേഴ്സ് ആരെല്ലാം? റിൻസിക്ക് എങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ ലഹരി കച്ചവടക്കാരുമായി ബന്ധം? സിനിമ അതിനൊരു ടൂളായിരുന്നു, ഒരു ഉപാധിയായിരുന്നു റിൻസിക്ക്. സിനിമാ മേഖലയായതുകൊണ്ട് തന്നെ കൃത്യമായി ലഹരി ഉപയോഗം നടത്താൻ കഴിയുന്ന ഒരു മേഖലയായി റിൻസി സിനിമാ മേഖലയെ ഉപയോഗിച്ചിരുന്നു. ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇതെല്ലാം ആദ്യത്തെ ചോദ്യങ്ങളാണ്. രണ്ടാം ഘട്ടത്തിൽ ഉയർന്ന ചോദ്യങ്ങളാണ് ആരെല്ലാം റിൻസിയുമായി ബന്ധപ്പെട്ട് ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള ചോദ്യം. അതുകൊണ്ട് തന്നെ റിൻസി ഒരു ചെറിയ കണ്ണിയാണെന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. റിൻസി വഴി ലഹരി ഉപയോഗിച്ച ആളുകൾ ആരെല്ലാം? വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഇപ്പോൾ നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ് റിൻസിയെ ചോദ്യം ചെയ്യുകയാണ് പോലീസ്.
എന്തൊക്കെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കും എന്നുള്ളത് വളരെ പ്രധാനമായി അറിയേണ്ട കാര്യങ്ങളാണ്. ആരെല്ലാം ഉണ്ട് റൺസിയുടെ പുറകിൽ, റൺസിയുടെ കൂടെ, റൺസിയുടെ മുന്നിൽ? പല ചോദ്യങ്ങൾക്കും ഇനിയും ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മലയാള സിനിമ ലഹരി മുക്തമാണ് എന്നിനി സിനിമാ മേഖലയിൽ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതങ്ങ് കയ്യിൽ വെച്ചാൽ മതി. ഇതുപോലുള്ള പല കണ്ണികളും വരും ദിവസങ്ങളിൽ ഇനിയും പുറത്തു വരും. ആരെല്ലാമാണ് ഇതിന് പിന്നിൽ എന്നുള്ളത് ഇനിയും അറിയേണ്ടതുണ്ട്.